ഹായ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് 2026 ആണ്ട് ജനുവരി മാസം 1-ാം തീയതിയാണ് പുതുവർഷം എല്ലാവർക്കും കർത്താവ് ദാനമായി നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് പുതുവർഷം നന്മയുടെ, അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളായി മാറട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവമക്കളെ, ഒരു വർഷം നമുക്ക് പുതുതായി ലഭിക്കുന്നു എങ്കിൽ ദൈവമക്കളായിരിക്കുന്ന നമ്മളുടെ പ്രത്യാശ എന്താണ്? കർത്താവിൻ്റെ വരവിനോട് നമ്മൾ അല്പം കൂടെ അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന സമയമാണ്. പ്രിയരെ, ഓരോ നിമിഷവും പ്രാർത്ഥനയിൽ നമ്മൾ മുന്നേറുകയും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടുന്ന സമയമാണിത്. പ്രത്യേകിച്ച് വിശുദ്ധിയോടെ വേർപാടോടുകൂടി ജീവിക്കുവാൻ എല്ലാവരും ഒരുങ്ങണം. നാം അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കപ്പെടണം. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയങ്ങൾ മുൻപിലുണ്ട്. ആകയാൽ പ്രിയ സഹോദരങ്ങൾ, നിങ്ങളാരും മറന്നു പോകരുത്. കർത്താവിൻ്റെ വരവെങ്കിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്, തള്ളപ്പെട്ടു പോകരുത് എന്നത് മാത്രം ഓർമ്മിപ്പിക്കുകയും പുതുവർഷം നന്മയുടെയും അനുഗ്രഹത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ ദിനമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ.